+1 + സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് അവർ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മറ്റൊന്നും തന്നെയല്ല, നോട്ട്സ് തയ്യാറാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത്രയും സബ്ജക്റ്റിൻ്റെ, ഇത്രയും ചാപ്റ്റേഴ്സിൻ്റെ, ഇത്രയും കണ്ടൻറ്റ് നോട്ട്സ് തയ്യാറാക്കുന്ന ആ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ അതും പഠിക്കാനായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാമെന്ന് അനവധി വിദ്യാർത്ഥികളാണ് പറയുന്നത്. നിങ്ങളുടെ ഈ പഠനഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് സൈലത്തിൻ്റെ അഗ്നി ബാച്ചിനകത്ത്, +1ൻ്റെയും +2ൻ്റെയും അഗ്നി ബാച്ചിനകത്ത് ഇൻസ്റ്റാലേൺ, മൈൻഡ് മാപ്പ് എന്നീ 2 പ്രധാന ഫീച്ചേഴ്സ് ഉള്ളത്. മറ്റാരും തന്നെ നൽകാത്ത ഒരു കിടിലനായിട്ടുള്ള ഫീച്ചറാണിത്. ഈ ഒരു ഫീച്ചറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വളരെ ഷോർട്ടായിട്ടുള്ള കിടിലനായിട്ടുള്ള നോട്ട്സ്, അതിനെയാണ് ഇൻസ്റ്റാലേൺ എന്ന് പറയുന്നത്. നിങ്ങളൊന്നും തന്നെ തയ്യാറാക്കേണ്ട ആവശ്യമില്ല, നിങ്ങളൊന്നും തന്നെ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. അതല്ല, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്ന ആപ്പിനകത്ത് തന്നെ ഒരു ചാപ്റ്ററിൻ്റെ മുഴുവൻ കണ്ടൻറ്റും ഒരൊറ്റ പേജിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കിടിലനായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. കേരളത്തിലെ മറ്റേത് പ്ലാറ്റ്ഫോമും മറ്റാർക്കും നൽകാൻ കഴിയാത്ത ഏറ്റവും കിടിലനായിട്ടുള്ള സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൽ എടുത്തു പറയേണ്ട അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മുടെ ആപ്പിനകത്ത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചുതരാം. നോക്കുക, സൈലത്തിൻ്റെ +2 അഗ്നി ബാച്ച് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ തന്നെ മൈ ബാച്ചസ് കാണാവുന്നതാണ്. മൈ ബാച്ചസിൽ ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ ബാച്ചാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. ഞാനൊരു +2 അഗ്നി ബാച്ച് എടുക്കുകയാണ്. അപ്പോൾ +2 അഗ്നി ബാച്ചിനകത്ത് ഞാൻ കെമിസ്ട്രി ആയതുകൊണ്ട് തന്നെ ഞാൻ കെമിസ്ട്രിയിൽ ക്ലിക്ക് ചെയ്യുന്നു. കെമിസ്ട്രി എന്ന സബ്ജക്റ്റ് മറ്റ് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് അവിടെ കാണാവുന്നു. കെമിസ്ട്രിയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കെമിസ്ട്രിയിൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററും ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററൊക്കെ എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. കെമിക്കൽ കെമിസ്ട്രി എന്ന ചാപ്റ്റർ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു എക്സാമ്പിൾ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ ലെക്ചറിന് കാണാം. അതിനകത്ത് നോട്ട്സ് നിങ്ങൾക്ക് കാണാം, അത് സ്ലൈഡ്സ് മറ്റ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന DPPs കാണാം. ഓരോ ദിവസവും എടുക്കുന്ന ലൈവ് ക്ലാസ്സുകളിൽ പറയുന്ന കണ്ടന്റ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റൻസ് ആണ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. DPP PDF കാണാം, DPP വീഡിയോസ് കാണാം. ആ DPP PDFിൽ ക്ലിക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് മൈൻഡ് മാപ്പും ഇൻസ്റ്റാലേണും കിട്ടുന്നുണ്ടായിരിക്കുക. ഞാൻ ഇൻസ്റ്റാലേണിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഇൻസ്റ്റാലേണിൽ ക്ലിക്ക് ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൻ്റെ മുഴുവൻ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ നോക്കി. ഇത് ഫസ്റ്റ് പേജാണ്. ദെൻ സെക്കൻഡ് പേജ് നോക്കുക. തേർഡ് പേജിലോട്ട് കടക്കുമ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ, കോൺസെൻട്രേഷൻ ടേമുകളെല്ലാം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. കിടിലനായിട്ടുള്ള ഈ ഒരു നോട്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ ലഭിക്കുള്ളൂ എന്നുള്ളത് ഞാൻ പറയുന്നു. ഇവിടെ നോക്കിക്കേ, സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ആ ചാപ്റ്ററിലെ മുഴുവൻ കണ്ടൻറ്റും ഇക്വേഷൻസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും, ലോസ്, തിയറംസ് എല്ലാം തന്നെ ഒരൊറ്റ പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ മുഴുവൻ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം ഒരൊറ്റ നോട്ടത്തിൽ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് റിവൈസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയുള്ള കിടിൽ ഈ മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾ മുഴുവനായി പഠിച്ച ശേഷം എന്തൊക്കെ ടോപ്പിക്സ് റിവൈസ് ചെയ്യണം എന്ന കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 ഫീച്ചറും നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കണമെന്നുള്ളത് നിങ്ങൾ തീർച്ചയായും സൈലത്തിൻ്റെ +1 +2 അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക തന്നെ വേണം. 995400800 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിടിലനായിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും അതിന് പുറമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്റ്റാളാണ് മൈൻഡ് മാപ്പ് എക്സാം സീരീസ് എല്ലാത്തിലൂടെയും കടന്നു പോകാവുന്നതാണ്. അതിനാൽ തന്നെ ഇനിയും ഒട്ടും സമയം വൈകിക്കരുത്. ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഉടനെ തന്നെ അഡ്മിഷൻ ഉറപ്പാക്കുക. അടുത്ത ബാച്ച് മുതൽ തന്നെ ക്ലാസ്സിൽ ഇരുന്ന് തുടങ്ങി. ഓക്കെ.